സെവൻത് സ്റ്റാൻഡേർഡിലെ 10th യൂണിറ്റായ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പാഠഭാഗത്തിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തായിട്ട് പേജ് നമ്പർ 162, അവിടെ രണ്ട് പിക്ചർ തന്നിരിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിയൻ ബഡ്ജറ്റ് ടുഡേ സ്റ്റേറ്റ്സ് എക്സ്പെക്ട് ബെനിഫിറ്റ്സ്. അടുത്തത് ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റേറ്റ് ബഡ്ജറ്റ് പ്രസന്റേഷൻ ഇൻ ദ അസംബ്ലി ടുഡേ. അതായത് നമ്മുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ വാക്ക് നമ്മൾ കേട്ടായിരുന്നു, ഒരു ആസൂത്രണമാണ്, ഒരു സാമ്പത്തിക ആസൂത്രണമാണ്. ഇവിടെ രണ്ട് ബഡ്ജറ്റാണ് പറഞ്ഞിരിക്കുന്നത്, യൂണിയൻ ബഡ്ജറ്റും സ്റ്റേറ്റ് ബഡ്ജറ്റും. അതായത് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ബഡ്ജറ്റിനെയാണ് നടത്തുന്ന പ്രഖ്യാപനം. അതായത് ഈ വരാൻ പോകുന്ന വർഷം എങ്ങനെയൊക്കെയാണ് പൈസ കളക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെലവാക്കുന്നതെന്നുമുള്ള ഒരു പ്രഖ്യാപനം, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയും. അത് യൂണിയനിൽ നടക്കാറുണ്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നടക്കാറുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ നടക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിക്കുന്നത് ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആണ്, അതായത് എന്താണ്, ധനകാര്യമന്ത്രി എന്ന് പറയും. ധനകാര്യമന്ത്രിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ബഡ്ജറ്റ് ദ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഓഫ് ദ എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെന്റ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയറിൽ, സാമ്പത്തിക വർഷത്തിൽ വരാൻ പോകുന്ന ഇൻകത്തിന്റെയും ചെലവാകാൻ പോകുന്ന തുകയുടെയും ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്, അതായത് ഒരു സാമ്പത്തിക രേഖയാണ് എന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് നോക്കാം. ദ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഓഫ് ദ എക്സ്പെക്ടഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെന്റ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ. ഇൻ അവർ കൺട്രി ദ ബഡ്ജറ്റ് പ്രസന്റഡ് ഫോർ one financial year starting from April 1st to March 31st. അതായത് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമ്മുടെ ഒരു വർഷം നമുക്കറിയാം എന്താണ്, ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണ് വർഷം. പക്ഷേ ഇവിടെ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. The finance minister present the budget. ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, ധനകാര്യമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. As per Article 112 of the Constitution of India, the Union budget is also the annual financial audit of the country. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 112 പ്രകാരം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 112 പ്രകാരം നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഓഡിറ്റ്, അതിനെയാണ് വാർഷിക സാമ്പത്തിക ഓഡിറ്റ് എന്ന് പറയും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. പലതരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട്. അവിടെ ഒരു ടേബിൾ തന്നിരിക്കുന്നു, ടേബിൾ അല്ല ഒരു ഫ്ലോ ചാർട്ട് തന്നിരിക്കുന്നു. ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അതായത് 3 തരത്തിലുള്ള ബഡ്ജറ്റുകൾ നമ്മൾ അവതരിപ്പിക്കാം. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഇൻകം ലെസ് എക്സ്പെൻസ്, അതായത് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവും, അപ്പൊ നമുക്ക് അധികം വരും പൈസ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും, മിച്ച ബഡ്ജറ്റ് എന്ന് പറയും. ഇനി ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് വരവും ചെലവും ഒരുപോലെ, 1 രൂപ കിട്ടിയ 1 രൂപ ചെലവ്, അപ്പൊ അത് ബാലൻസ് ആയിട്ട് പോകും. അടുത്തത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, അതായത് ലെസ് ഇൻകം മോർ എക്സ്പെൻഡിച്ചർ, അതായത് ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും, വരുമാനം കുറവും ചെലവ് കൂടുതലും ആയിരിക്കും. അപ്പൊ നമുക്ക് ഡെഫിസിറ്റ് ആയിരിക്കും, കടമായിരിക്കും, അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ട്: സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അടുത്ത പേജ് നമ്പർ 163, അവിടെ ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് തന്നിരിക്കുന്നു, നോക്കാം. ദ എവല്യൂഷൻ ഓഫ് ബഡ്ജറ്റ്. ദ വേർഡ് ബഡ്ജറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബൊഗറ്റ്. ഇറ്റ് മീൻസ് എ സ്മോൾ ബാഗ് ഓർ സാക്ക്. ദ വേർഡ് ബഡ്ജറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബാഗ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഓഫ് ദ ഗവൺമെന്റ്. ദ ഫസ്റ്റ് പ്രസന്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ് വാസ് ഹെൽഡ് ഇൻ ദ 11th century. R.K. Shanmugam Chetty, who was the financial minister of the India, presented the first union budget of the country. അതായത് ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബോഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ബോഗറ്റിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ്. അപ്പൊ സർക്കാരിന്റെ ഒരു ധനകാര്യ രേഖ അടങ്ങുന്ന ഒരു സഞ്ചി എന്നാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ 11ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് കേന്ദ്ര ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് R.K. ഷൺമുഖം ചെട്ടിയാണ്. അടുത്തതായി പബ്ലിക് ഡെപ്റ്റ് ആണ്. പബ്ലിക് ഡെപ്റ്റ് എന്ന് വെച്ചാൽ പൊതുകടം. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ബഡ്ജറ്റും പ്രകാരം നമുക്ക് മിക്കവാറും ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് സാധാരണ വരാറുള്ളത്. കമ്മി ബഡ്ജറ്റ് ആയിരിക്കും, പൈസ തികയാതെയൊക്കെ വരും. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ കടം വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കടം എടുക്കുന്നതിനാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയും. ദ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ലോൺസ് ടു
materialize the development and welfare activities to meet various administration needs when the income is not sufficient to satisfy various needs. അതായത് നമ്മുടെ ഇൻകം വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിലവുകൾക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ കടം വാങ്ങിക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് ലോൺസ് ടു മെറ്റീരിയലൈസ് ദ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ടു മീറ്റ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്. അതായത് ഗവൺമെന്റ് ലോണുകൾ എടുക്കും എന്തിനു വേണ്ടിയിട്ട്? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനും വെൽഫെയർ ആക്ടിവിറ്റീസിനും, അതോടൊപ്പം തന്നെ മീറ്റ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ്, അതായത് ഭരണപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെൻ ദ ഇൻകം ഈസ് നോട്ട് സഫിഷ്യന്റ് ടു സാറ്റിസ്ഫൈ വേരിയസ് നീഡ്സ്, അതായത് ഇൻകം സഫിഷ്യന്റ് അല്ലാതെ വരുമ്പോൾ, വരുമാനം തികയാതെ വരുമ്പോൾ ലോൺ എടുക്കേണ്ടി വരും. ദ ലോൺസ് ദസ് അവൈൽഡ് ബൈ ദ ഗവൺമെന്റ് ആർ നോൺ ആസ് പബ്ലിക് ഡെറ്റ്സ്. ഇങ്ങനെ എടുക്കുന്ന ലോണുകളെയാണ് പബ്ലിക് ഡെറ്റ്സ് എന്ന് പറയും. ലോൺസ് ആർ ടേക്കൺ ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. അതായത് ലോണുകൾ രണ്ട് രീതി എടുക്കാം, വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്തുനിന്ന് തന്നെ എടുക്കാം, അതല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നും കടമെടുക്കാം. ദീസ് ഡെബ്സ് ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെബ്സ് ആൻഡ് ഫോറിൻ ഡെബ്സ്. അതായത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഡെബ്സുകളെ, കടത്തിനെ നമ്മൾ ഡൊമസ്റ്റിക് ഡെബ്സ് എന്നും പുറത്തുനിന്ന് നമ്മൾ കടമെടുക്കുന്നതിനെ ഫോറിൻ ഡെബ്സ് എന്നും പറയും. അപ്പൊ ഇന്റേണൽ ഡെബ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഡൊമസ്റ്റിക് ഡെബ്സ് തന്നെയാണ് ഇന്റേണൽ ഡെബ്റ്റ് എന്ന് പറയും. ഇന്റേണൽ ഡെബ്സ് ദ ലോൺ അവൈൽഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദ കൺട്രി ആർ നോൺ ആസ് ഡൊമസ്റ്റിക് ഡെബ്സ്. അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആളുകളിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ, എന്ന് വെച്ചാൽ ബാങ്കുകളിൽ നിന്നോ ഒക്കെ നമ്മൾ കടമെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമസ്റ്റിക് ഡെബ്സ് എന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അതിനെ ഇന്റേണൽ ഡെബ്സ് എന്നും ഡൊമസ്റ്റിക് ഡെബ്സ് എന്നും രണ്ട് പേരുണ്ട്. The loans availed by the government from individuals and institutions inside the country are known as domestic debts. അടുത്തത് എക്സ്റ്റേണൽ ഡെബ്സ് ആണ്. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഫോറിൻ ഡെപ്റ്റ് ഈസ് ദ ലോൺ അവൈൽഡ് ഫ്രം അതർ കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അതായത് ഫോറിൻ ഡെപ്സ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സ്റ്റേണൽ ഡെപ്സിനെയാണ് ഫോറിൻ ഡെപ്സ് എന്ന് പറയുന്നത്. ഫോറിൻ ഡെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോണാണ്. എവിടുന്ന്? അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ എവിടുന്നാണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അന്തർദേശീയ സംഘടന എന്ന് പറയും. അങ്ങനെ അന്തർദേശീയ സംഘടനകളിൽ നിന്നും നമുക്ക് ലോൺ എടുക്കാം. അങ്ങനെ പുറത്തുനിന്ന് എടുക്കുന്ന ലോണുകളെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അന്തർദേശീയ സംഘടനകളിൽ നിന്നോ എടുക്കുന്ന ലോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡെബ്സ് അല്ലെങ്കിൽ ഫോറിൻ ഡെബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ പുസ്തകത്തിൽ നമുക്ക് പിക്ചർ വന്നിരിക്കുന്നു. ഒന്നാമത്തെ നോക്കാം, ഫോറിൻ ഗവൺമെന്റ്സ്. രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് റഷ്യയാണ്, രണ്ടാമത്തേത് ജപ്പാനാണ്. ഇനി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അന്തർദേശീയ സംഘടനകളുണ്ട് നമുക്ക് ഇതുപോലെ കടമെടുക്കുന്ന അല്ലെങ്കിൽ പൈസ കടം വാങ്ങിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദ വേൾഡ് ബാങ്ക് ആണ്, ലോക ബാങ്ക് എന്ന് പറയും. വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ കടമെടുക്കാറുണ്ട്, വേൾഡ് ബാങ്ക്. അടുത്തത് IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയും. അതായത് IMF എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നറിയപ്പെടുന്ന അവിടെ നിന്ന് നമ്മൾ IMF-ൽ നിന്ന് നമ്മൾ കടമെടുക്കാറുണ്ട്. അപ്പോൾ ഇത് പടങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ റഷ്യ, രണ്ടാമത്തെ ജപ്പാൻ, 3 വേൾഡ് ബാങ്ക്, 4 IMF. അടുത്ത നോക്കാം. ദ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ദീസ് ലോൺസ് ഹെൽപ്സ് ടു മെറ്റീരിയലൈസ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ദെയർബൈ ഇൻക്രീസിംഗ് റവന്യൂ ആൻഡ് റെഡ്യൂസിംഗ് പബ്ലിക് ഡെറ്റ്സ്. അതായത് അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് നമ്മുടെ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കും. നമ്മുടെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെ ദെയർബൈ ഇൻക്രീസിംഗ് റവന്യൂ, അങ്ങനെ നമ്മുടെ റവന്യൂ കൂട്ടാം, നമ്മുടെ വരുമാനം നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ് റെഡ്യൂസിംഗ് പബ്ലിക് ഡെറ്റ്സ്, നമ്മുടെ പൊതു കടം നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് ഡെബ്സുകൾ എടുക്കാറുള്ളത്, പൊതുകടം ഒക്കെ എടുക്കാറുള്ളത്. ഇങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള പബ്ലിക് ഡെബ്സ് ഉണ്ട്, ഇന്റേണൽ ഡെബ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഡെബ്സും ഉണ്ട്. അടുത്ത നമുക്ക് നോക്കാം, ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ധനനയം എന്ന് പറയും കേട്ടോ, ധനനയം. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഈസ് ദ കോംപ്രിഹെൻസീവ് ഗവൺമെന്റ് പോളിസി conserving the public revenue, public expenditure and public debts. This policy prepared by the Financial Department is implemented through the budget. It is also a policy that gives guidelines of the government to improve the current financial situation and attain financial stability. അപ്പോൾ നമ്മുടെ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ഗവൺമെന്റ് പോളിസി, അതായത് ഗവൺമെന്റിന്റെ ഒരു സമഗ്രമായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നയമാണ്. എന്തിനാണ്?
കൺസേണിങ് ദ പബ്ലിക് റവന്യൂ, നമുക്ക് ലഭിക്കുന്ന പബ്ലിക് റവന്യൂവും പബ്ലിക് എക്സ്പെൻഡിച്ചർ നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന തുകയും അതുപോലെ തന്നെ പബ്ലിക് ഡെപ്സ് നമ്മുടെ പൊതുകടവും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നയത്തിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയും. ദിസ് പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ ദ ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ കൂടി ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ പോളിസി ദാറ്റ് gives guidelines to the government to improve the current financial situation and attain financial stability. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ പോളിസി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വലുതാക്കാൻ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിനും നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതിനും ഒക്കെ കാരണമാവുന്നു അല്ലെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്നു നമ്മുടെ ഫിസിക്കൽ പോളിസി. അപ്പോൾ ഫിസിക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ പോളിസി ഈസ് ദ കോംപ്രിഹെൻസീവ് ഗവൺമെന്റ് പോളിസി കൺസേണിംഗ് ദ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്സ്. അതുപോലെ തന്നെ ദിസ് പോളിസി പ്രിപ്പയർഡ് ബൈ ദ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ ദ ബഡ്ജറ്റ്. ബഡ്ജറ്റ് കൂടി തയ്യാറാക്കി നടപ്പാക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ പോളിസി ദാറ്റ് ഗിവ്സ് ഗൈഡ്ലൈൻസ് ടു ദ ഗവൺമെന്റ് ടു ഇംപ്രൂവ് ദ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് അറ്റൈൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കാനും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനും നമുക്കൊരു സാമ്പത്തികമായ ഒരു അടിത്തറ നല്ലൊരു രീതി ഉണ്ടാകുന്നതിനും ഒക്കെ ഇത് സഹായമാകുന്നു. അപ്പോൾ അടുത്ത ലാസ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്, അതായത് നമ്മുടെ സാമ്പത്തിക വളർച്ച ആക്സിലറേറ്റ് ചെയ്യുക, ത്വരിതപ്പെടുത്തുക. അടുത്തത് ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കുക. മൂന്നാമത്തേത് റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് അധികമായിട്ട് വരുന്ന ചെലവുകളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എലിമിനേറ്റ് ദ ഇൻഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ്, അതായത് നമ്മുടെ ഈ വരുമാനത്തിന്റെ റവന്യൂവിന്റെ വിതരണത്തിലെ അസമത്വം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കാതെ വരിക, അങ്ങനത്തെ അസമത്വം ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫിസിക്കൽ പോളിസി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാർട്ട് നോക്കാം. പേജ് നമ്പർ 165. ഓർഗനൈസേഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ആൻഡ് ദ നേഷൻ ഹെൽപ്സ് ടു മെറ്റീരിയലൈസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് അറ്റൈൻ ദ ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ പ്രിപ്പയറിംഗ് ആൻഡ് വർക്കിംഗ് ഓൺ ബഡ്ജറ്റ്. അപ്പം നമ്മുടെ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ സ്റ്റേറ്റ്സ്, നമ്മുടെ രാജ്യം എന്നിവയൊക്കെ ബഡ്ജറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന വഴിയിട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ യാഥാർത്ഥ്യമാക്കാനും നമ്മുടെ രാജ്യം ഒരു സുസ്ഥിരമായ വികസനത്തിലേക്ക് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.